നന്ദിയാട്ട് ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു പ്രശ്നം സിനിമയാകെ കുഴപ്പമെന്ന് ഹേമ കമ്മിറ്റിയും പറഞ്ഞിട്ടില്ല. പക്ഷേ സിനിമയിൽ കുറ്റകൃത്യങ്ങളുണ്ട്, എല്ലാവരുടെയും ഭാഗത്തു നിന്നല്ല, ചിലരുടെ ഭാഗത്തു നിന്ന്. ആ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കപ്പെടണം. സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരുമായ എല്ലാ ആളുകൾക്കും സുരക്ഷിതത്വത്തോടു കൂടി ജോലി ചെയ്യാൻ, ഒരു തൊഴിൽ സംവിധാനത്തിൽ എങ്ങനെ ജോലി ചെയ്യുന്നു അതുപോലെ ജോലി ചെയ്യാനുള്ള അവസരം വേണം, അവകാശമുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്രക്സ്. അപ്പോൾ അതിൻ്റെ കറക്ഷൻ എന്നുള്ള കാര്യം നടക്കുമ്പോൾ, പുഴുക്കുത്തുകളെ ഒഴിവാക്കുമ്പോൾ സിനിമാ ലോകത്തിനൊരു പേടി ഉണ്ടാവേണ്ടതില്ലല്ലോ. ഇത് ശരിയാക്കപ്പെടണം, ഇതിലെ മാലിന്യങ്ങൾ ഒഴിവാക്കപ്പെടണം എന്നുള്ളതല്ലേ ശരിയായി സ്വീകരിക്കേണ്ട നിലപാട്? കറക്റ്റ്. ഒത്തിരി ദിവസങ്ങളായി പല ആങ്കറോടൊപ്പം തന്നെ ഞാൻ പല ചർച്ചകളും പങ്കെടുത്തിട്ടുണ്ട്. സത്യസന്ധമായി പറയുകയാണ് കേട്ടോ. പല മലയാളത്തിലെ എല്ലാ ചാനലിലും എല്ലാ ആങ്കറോടൊപ്പം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല വാക്കുകൾ ഇപ്പോൾ ശ്രീ അഭിലാഷ് പറഞ്ഞതാണ്. കറക്റ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ ഈ നിമിഷം വരെ ടിൽ ദിസ് മോമെന്റ് ഞാൻ ഈ ചർച്ചകളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ അന്തസത്ത ആകത്തുക ഇപ്പോൾ അഭിലാഷ് പറഞ്ഞു. ഇതാ കറക്റ്റ്. സിനിമയിൽ പുഴുക്കുത്തുകളുണ്ട്, പെൺകുട്ടികൾ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള ഇടമായി മാറണം. ഞാൻ ഒരു കാര്യം പറയാം, എത്ര സുരക്ഷിതമായി നമ്മൾ കൊടുത്താലും എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഇനി ഇതുണ്ടാവും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ലെറ്റസ് ഹാവ് ദ ബോഡി എന്ന് പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇതൊരു നിരീക്ഷണ ക്യാമറയിലാണ്, നാളുകൾ പിടിക്കപ്പെടും എന്നുള്ളൊരു ബോധ്യം വന്നാൽ തീർച്ചയായും ഇതൊന്നും. ഇപ്പൊ പെൺകുട്ടികൾക്ക് ഏത് തരം പെൺകുട്ടികളാണ് ഇപ്പൊ നമുക്കറിയാം, വളരെ നല്ല നിലയിലുള്ള ഹൈ പ്രൊഫൈലുള്ള അക്കാഡമിക് പ്രൊഫൈലുള്ള കുട്ടികളാണ് വരുന്നത്, ചെറുപ്പക്കാരാണ് വരുന്നത്. അവർക്ക് ഇതിനോട് വരുമ്പോൾ അവരുടെ കുടുംബക്കാർക്ക് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? മലയാള സിനിമയിൽ അയ്യേ എന്ന് പറയുന്നൊരവസ്ഥ. ഇതാണ് ഞങ്ങളെ പക്ഷം. കൃത്യമായിട്ട് അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന ആങ്കർ, ഞാൻ താങ്കളെ സല്യൂട്ട് ചെയ്യാണ്. ഇത് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അല്ലെ സിനിമയിൽ ആരെങ്കിലും പെണ്ണുങ്ങളെ ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സൈഡ് ചെയ്യാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ. അവരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ഇവർ കോടാനുകോടി രൂപ ഉണ്ടാക്കുന്നു, സിനിമയിൽ നിന്ന് സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഈ മാധ്യമത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരാധകരെ എല്ലാം നേടിയതിനു ശേഷം പച്ചയ്ക്ക് തുപ്പി വെക്കുകയാണ്. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ബോധ്യമാണ് സ്വാഭാവികമായിട്ടും കേരള സമൂഹത്തിൽ ഉണ്ടായി വരുന്നത്. അത് നേരത്തെ പറയേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. എങ്കിലും ഇവർ ചെയ്തതാണെങ്കിൽ ഈ മാധ്യമത്തോട് ഇത് ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് പറയുന്നതിന് ഒരു വിഷമം എനിക്കില്ല. അഭിലാഷെ, ഞങ്ങളുടെ അന്നും ഇന്നും ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ എല്ലാവരും തെറ്റിദ്ധരിക്കുക ഞങ്ങളെന്തോ ഈ പീഡക അല്ലെങ്കിൽ ഏത് തെറ്റിനെയോ സെക്സ്വൽ ഹറാസ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല. ഈ ഒരു കാര്യം, ഈ ഒരു മാധ്യമം വ്യവസായം അല്ലെങ്കിലും ഇത് വ്യവസായമാണ്. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇതിനെ വ്യവസായമായി അംഗീകരിച്ചിട്ടില്ല. ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് വ്യവസായമാണ്. എത്ര പറയുക, ഒരു ലക്ഷം ആൾക്കാരെങ്കിലും പ്രത്യക്ഷമോ പരോക്ഷമായി ജോലി ചെയ്യുന്നൊരു മേഖലയാണ്. ആ മേഖലയിൽ സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമ നിങ്ങൾ ഉദ്ദേശം വല്ലപ്പോഴും ഒരു പടം ഹിറ്റാവും, എത്രയേ ഉള്ളൂ. 219 പടങ്ങളിൽ 210 പടം കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടു. 1000 കോടി രൂപ മലയാള സിനിമയ്ക്ക് പോയി. കൃത്യമായി കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഞങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങളതിന് ഉത്തരവാദിത്തപ്പെട്ടവർ. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇൻഡസ്ട്രിയിൽ വന്നിരിക്കുകയാണ്. ഈ ഇൻഡസ്ട്രി വന്നിട്ട് നഷ്ടവുമായി പോകുന്നവരാണ്. അവിടെ വല്ലപ്പോഴും ഒരു പടം ഹിറ്റാവുന്നു. അതുപോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പൊതുസമൂഹത്തെ വെറുപ്പിക്കുന്ന, പൊതുസമൂഹത്തിന് ഈ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തോട് ഒരു തരം ഒരു അകൽച്ച, വെറുപ്പ്, ഒരു അവജ്ഞ തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റം ചിലരുടെ ഭാഗത്ത് ഉണ്ടാകുന്നെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടണം. പെൺകുട്ടികൾ സുരക്ഷിതരായിരിക്കണം. എനിക്കൊരു കാര്യം പറയാറുണ്ട്, ഇനി മുതലെങ്കിലും ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുഴുവൻ വനിതകളോട് പറയട്ടെ, നിങ്ങൾ അപ്പോൾ പ്രതികരിച്ചിരിക്കണം, അപ്പോൾ കംപ്ലൈന്റ് ചെയ്തിരിക്കണം. നിങ്ങൾ ഹേമ കമ്മിറ്റിയിലോ മറ്റു കമ്മിറ്റിക്ക് അപ്പുറം ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട്, ഇവിടെ കോടതിയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. പൊതുസമൂഹമുണ്ട്. ഇപ്പോൾ വളരെ 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 എല്ലാവർക്കും ഒരു ജാഗ്രത ഇവിടെ വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏത്തക്കാപ്പം പോത്തർശീപ്പിക്കാനുള്ള സ്ഥലമല്ല. കോടതി എന്ന് പറഞ്ഞാൽ ജഡ്ജസ് പൂജ്യം പെട്ടി കളിക്കുകയല്ല. ഇവിടെ അതിനൊരു ധൈര്യം പൊതുസമൂഹം ഇവർക്ക് കൊടുക്കണം. മുമ്പോട്ട് അതാണ് താങ്കൾക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം. ഓക്കെ, ഫൈൻ. പക്ഷെ അത് എത്രമാത്രം പ്രായോഗികമാണ്?